നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി വിധി പ്രസ്താവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും. ഒരു വിഭാഗം ദിലീപിനെ അനുകൂലിക്കുമ്പോൾ മറ്റു ചിലർ ദിലീപിനെ വിമർശിക്കുകയാണ്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കാൻ കാരണം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിനു ശേഷം ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണം മുൻ ഭാര്യ മഞ്ജു വാര്യരെ ഉന്നമിട്ടുകൊണ്ടുള്ളതായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരെ കേസ് വന്നത് എന്നാണ് ദിലീപ് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ദിലീപ് അനുകൂലികൾ മഞ്ജുവിന് എതിരെ സൈബർ ആക്രമണവും ആരംഭിച്ചു. നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങി. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന് ഇന്ന് റിപ്പോർട്ട് കൈമാറും. വിചാരണ കോടതി ഉത്തരവ് പരിഗണിച്ച് അപ്പീൽ തയ്യാറാക്കുന്ന നടപടികളും തുടങ്ങി. ഈ ആഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. കേസിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നുന്ന ഊമക്കത്തിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് DGPയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കത്ത് കിട്ടിയതിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ അഭിഭാഷക അസോസിയേഷനുകളിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉയർന്നിരുന്നു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുമെന്നും മറ്റുള്ളവരെ വെറുതെ വിടുമെന്നും വിധി എഴുതിയ ശേഷം ദിലീപിന്റെ അടുത്ത സുഹൃത്തിനെ കാണിച്ചു എന്നുമെല്ലാമായിരുന്നു ആരോപണം. ദിലീപിന്റെ കൊട്ടേഷൻ എന്ന വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല എന്നാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി നഗ്നദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിലുള്ളത്. 6 പ്രതികളും ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. തുടരന്വേഷണം വേണമെന്ന് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ശുപാർശയുണ്ടെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താനെന്നാണ് വിശദീകരണം. പൾസർ സുനിയുടെയും കൂട്ടുപ്രതികളുടെയും കൃത്യത്തിനും അപ്പുറത്ത് മറ്റൊരു ഗൂഢാലോചനയുണ്ടെന്ന് എന്നതിന്റെ സൂചനകളൊന്നും ആദ്യഘട്ട റിപ്പോർട്ടിലില്ല. അതിനുശേഷമാണ് ഗൂഢാലോചനാവാദം നിരത്തി ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നത്. ജയിലിൽ കിടന്ന് പൾസർ സുനി അയച്ച കത്തിനെ ആസ്പദമാക്കി മാത്രമാണോ ദിലീപിലേക്ക് അന്വേഷണം എത്തിയതെന്നും കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട്. ദിലീപിന് തന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി മൊഴി നൽകിയത്. എന്നാൽ സംഭവം നടന്ന 2 മാസത്തിന് ശേഷവും നടിക്ക് ദിലീപിനെ കുറിച്ച് സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഇക്കാര്യം ഉയർന്നു വരുന്നത്. ദിലീപിനെ ഭയപ്പെട്ടിരുന്നതുകൊണ്ടാണ് നടി ഇക്കാര്യം പറയാതിരുന്നത് എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് പ്രസക്തിയില്ല എന്നും കോടതി വ്യക്തമാക്കി. ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കം അന്വേഷണത്തിന്റെ ഭാഗമാണെന്നിരിക്കെ ഇക്കാര്യം അറിയിക്കാനുള്ള അവസരം നടിക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിവിധ വശങ്ങൾ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനാവാദം ഉയർത്തി ദിലീപിലേക്ക് എത്താൻ പോലീസ് ആശ്രയിച്ച തെളിവുകളും സാക്ഷിമൊഴികളും നിലനിൽക്കില്ല എന്നത് തന്നെയാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി വിശിക്ഷിച്ചത്. 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. ഇതിനെതിരെയും കുറ്റക്കാർക്ക് കോടതി വിധിച്ച ശിക്ഷ കുറഞ്ഞു പോയതിനെതിരെയും അപ്പീൽ കൊടുക്കുമെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി കഴിഞ്ഞു. സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന് നടി മൊഴി നൽകിയിരുന്നു. കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് തിരുത്തി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദിലീപിന്റെ ഭീഷണി. തന്റെ സിനിമയിലെ അവസരം ഇല്ലാതാക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയതായും അതിജീവിത പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് സാക്ഷികളോ തെളിവുകളോ ഇല്ല എന്നായിരുന്നു കോടതി വിധിയിൽ പറഞ്ഞത്. സംഭവം നടന്ന് 2 മാസത്തിന് ശേഷവും നടിക്ക് ദിലീപിനെ കുറിച്ച് സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല എന്നും ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഇക്കാര്യം ഉയർന്നു വരുന്നത് എന്നും കോടതി പറഞ്ഞിരുന്നു. ദിലീപിനെ ഭയപ്പെട്ടിരുന്നതുകൊണ്ടാണ് നടി ഇക്കാര്യം പറയാതിരുന്നത് എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് പ്രസക്തിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതേസമയം IFFK പ്രതിനിധികൾക്ക് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ സംഘടിപ്പിച്ച പാർട്ടിക്കെതിരെ മുതിർന്ന നടി മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മ സംഘടനയുടെ ഇന്നത്തെ ആഘോഷം പാടില്ലായിരുന്നു എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. നടി കേസിൽ നീതി ലഭ്യമാകില്ലെന്ന അതിജീവിത പറഞ്ഞ ദിവസം തന്നെ പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് മല്ലിക പറഞ്ഞു. അമ്മ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു സ്വീകരണം നടത്തുന്നു എന്ന് കേട്ടു. അത് ഇന്ന് ചെയ്തത് ശരിയായില്ല. എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷെ ഇന്നലെ വരെ നമ്മൾ അതിജീവിത എന്ന് വിളിച്ച കുട്ടി പേരെഴുതി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ ആഘോഷം ഇന്ന് വേണ്ടായിരുന്നു എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലും മല്ലിക തന്റെ നിലപാട് വ്യക്തമാക്കി. മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സത്യമാണ്,
നീതിന്യായ വ്യവസ്ഥയെയും ഈ സമൂഹവും അതിജീവിത എന്ന് വിളിച്ചു. സ്വയം അതിജീവിതയായി 8 വർഷക്കാലം വിധവയായ അമ്മയെ സമാധാനിപ്പിച്ച് ജീവിച്ചു കാണിച്ചു. ഇന്നലെ ആദ്യമായി ഞാനാണ് അതിജീവിത എന്ന് പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു മനോവിഷമം തുറന്നെഴുതി. ഞങ്ങൾ ഞങ്ങളുടെ കൊളീഗിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കൊട്ടി ആഘോഷിച്ച സ്ത്രീകൾ ഭരിക്കുന്ന സംഘടന എന്താണ് കാണിച്ചത്? ഒപ്പമുള്ള സഹപ്രവർത്തകയുടെ കണ്ണുനീരിന് ഇവർക്ക് ഒരു വിലയുമില്ലേ? അമ്മയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ്സിന് പാർട്ടി കൊടുക്കണം പോലും ഇതാണോ സംഘടനയുടെ ചാരിറ്റി? മന്ത്രിയുടെ സമ്മതം വാങ്ങി ബഡ്ജറ്റ് വരെ അംഗീകരിച്ചു എന്നാണ് വാർത്ത. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് തന്നെ വേണമായിരുന്നു. അമ്മയിലെ സഹോദരന്മാർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ സ്ത്രീ ഭരണകൂടത്തോട്. കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തി ഉള്ള വില കളയാതെ നോക്കുക. കാലം മാറി, കഥ മാറി. ഒരു കൊച്ചു മിടുക്കനെ ചേർത്ത് നിർത്തി ചോദിച്ച ചോദ്യത്തിന് വാത്സല്യത്തോടെ മറുപടി നൽകിയ പ്രധാനമന്ത്രിയെ വരെ നാം കണ്ടു. വീണ്ടും പറയുന്നു, ആവതും പെണ്ണാലെ അഴിവതും പെണ്ണാലെ. കഴിഞ്ഞ ദിവസമാണ് തനിക്ക് നീതി ലഭ്യമായില്ല എന്ന് പറഞ്ഞ് നടി രംഗത്തെത്തിയത്. വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചായിരുന്നു അതിജീവിതയുടെ പ്രതികരണം. ഈ വിധിയിൽ തനിക്കിതിൽ അത്ഭുതമില്ല എന്നും 2020 അവസാനം തന്നെ ഈ കേസിൽ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു. അതിജീവിത പങ്കുവച്ച പോസ്റ്റിന് പിന്തുണയുമായി മലയാള സിനിമയിലെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, അഹാന കൃഷ്ണ, ഷഫ്ന, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പ്രൊഡ്യൂസർ സുപ്രിയ മേനോൻ, സയനോര ഫിലിപ്പ്, ലീല സന്തോഷ്, പൃഥ്വിരാജ് തുടങ്ങിയവർ അതിജീവിതയുടെ കുറിപ്പ് റീഷെയർ ചെയ്തിരുന്നു. അതേസമയം ഈ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളും നടിയുമായ മഞ്ജു വാര്യരാകട്ടെ ഈ കേസിലെ ആസൂത്രകർ പുറത്താണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കോടതിയുടെ ആദരവുണ്ടെന്നും ഈ വിഷയത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല എന്നുമാണ് മഞ്ജു വാര്യർ തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നുമായിരുന്നു മഞ്ജു പറഞ്ഞത്. കുറ്റവിമുക്തനായ ദിലീപ് സിനിമയിൽ വൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. ഭബബ എന്ന സിനിമ ഹിറ്റടിച്ചാൽ ദിലീപിന്റെ സിനിമാ രാശി തെളിയും. അതേസമയം ഏറെക്കാലമായി ഇറങ്ങുന്ന സിനിമകളെല്ലാം നഷ്ടത്തിലായ ദിലീപിന് ഭബബ കൂടി അതേ വഴി നീങ്ങിയാൽ കരിയറിൽ ഇരുളടയും. അതുകൊണ്ട് തന്നെ പുതിയ സിനിമ ദിലീപിന് നിർണായകമാണ്. ദിലീപ് വിധി കേട്ട് കോടതിക്ക് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള ശരീരഭാഷയിലെ മാറ്റം നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേ കാര്യം തന്നെയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ സൂചിപ്പിക്കുന്നത്. ആ വേളയിൽ ദിലീപ് മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ജനവികാരം ഇത്രയും എതിരാകില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദിലീപ് കേസിൽ പ്രതിയാക്കപ്പെട്ട വേളയിലാണ് രാമലീല എന്ന സിനിമ ഇറങ്ങിയത്. പല കോണിൽ നിന്നും സിനിമയ്ക്കെതിരെ സ്വരങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സിനിമയെ സിനിമ എന്ന രീതിയിൽ കണ്ടാൽ മതിയെന്നും ഒരുപാട് പേരുടെ അധ്വാനമാണ് സിനിമ എന്നുമാണ് മഞ്ജു വാര്യർ അന്ന് പറഞ്ഞത്. രാമലീല വൻ ഹിറ്റാകുകയും ചെയ്തു. കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും സിനിമയിൽ അതിവേഗം ഉയർന്നു വന്ന താരമാണ് ദിലീപ്. അന്ന് ദിലീപിന്റെ സിനിമയെ കാത്തിരുന്ന പലരും ഇന്ന് ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു. സിനിമാ രംഗത്തുള്ളവർ ദിലീപിനെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിലും ജനങ്ങളാണ് എതിരായി തിരിഞ്ഞിട്ടുള്ളത്. ദിലീപിന്റെ സഹോദരൻ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: രാമലീല ഹിറ്റടിച്ചെങ്കിലും പിന്നീട് വന്ന സിനിമകൾ വിജയിച്ചില്ല. ഇത്തവണ കേസിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നാലെയാണ് ഭബബ വരുന്നത്. ഇതിൽ മോഹൻലാൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ മോഹൻലാലിനെതിരെയും പല കോണിൽ നിന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ മോഹൻലാലിന്റെ നടപടി ഉചിതമായില്ല എന്ന് വിമർശിച്ചു. ദിലീപിനോട് അല്പമെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്ന നടപടിയാണ് വിധി വന്ന ശേഷം ദിലീപ് നടത്തിയ പ്രതികരണം എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു. ഈ വേളയിൽ പഴയ കാര്യം ഓർമ്മ വന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയം സഹോദരൻ അനൂപ് പറഞ്ഞ കാര്യം, ചേട്ടൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, ഒരറ്റം മുതൽ ആരംഭിക്കുമെന്നാണ് അനൂപ് പറഞ്ഞതെന്നും ആലപ്പി അഷ്റഫ് എടുത്തു പറഞ്ഞു. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഈ വേളയിലാണ് ദിലീപ് കോടതിക്ക് പുറത്ത് പരുഷമായി സംസാരിച്ചത്. ഇതിൽ ജനങ്ങൾക്കുള്ള അമർഷമാണ് KSRTC ബസ്സിൽ ദിലീപ് സിനിമ പ്രദർശിപ്പിച്ചതിൽ വീട്ടമ്മ പ്രതിഷേധിച്ചതും ക്ഷേത്ര പരിപാടിയിൽ നിന്ന് ദിലീപിനെ മാറ്റിയതെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. You're watching me on metromatney.com. On metromatney.com. metromatney.com.